അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മക്കളെ രണ്ടുപേരെയും ഒരു വലിയ ബ്രാൻഡിന്റെ മോഡലായി കാണുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹം ഇന്ന് നിറവേറി. ലോകത്തുടനീളം 2000-ൽ കൂടുതൽ ഷോപ്പുകളില്ല മാർക്ക് ആൻഡ് സ്പെൻസറിലാണ് ഈ ഒരു അവസരം ലഭിച്ചത്. ഇവരുടെ യൂണിഫോമിന്റെ അഡ്വർടൈസ്മെന്റിന്റെ ആവശ്യമായിട്ടാണ് രണ്ടുപേരെയും സെലക്ട് ചെയ്തത്. യാസിന്റെ 4-ാമത്തെ വയസ്സിൽ ബ്രിക്കൺ സ്റ്റോക്ക് എന്ന ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു അവസരം കിട്ടിയിരുന്നു. ആ പ്രായത്തിൽ അവന് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു. അതിനുശേഷം പലതരത്തിലുള്ള ഫാഷൻ ഷോകളിലും ഫോട്ടോഷൂട്ടുകളിലും അവന്റെ സ്കൂൾ അഡ്വർടൈസ്മെന്റുകളിലും നെസ്റ്റോയുടെ അഡ്വർടൈസ്മെന്റുകളിലൊക്കെയായി അവരെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെയാണ് അവർക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനുള്ള ഭയമില്ലാതായത്. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ ഗ്ലാസിന് മുമ്പിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ അങ്ങ് ചാമ്പി. സമ്മർ ആയതുകൊണ്ട് തന്നെ പല ഷോപ്പിംഗ് മാളുകളിലും പലതരത്തിലുള്ള അട്രാക്റ്റീവ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ പിസ്സ ഹട്ടിൽ പോയി 2 പിസ്സ ഓർഡർ ചെയ്തു. ചൊവ്വാഴ്ച ദിവസം പിസ്സ ഇന്നിൽ പോയി കഴിഞ്ഞാൽ ഒരു പിസ്സ എടുത്താൽ ഒരു പിസ്സ ഫ്രീ ആണ്. അങ്ങനെ ഷോപ്പിംഗ് സെന്ററിലൂടെ ചെറുതായി ഒന്ന് കറങ്ങിയതിനു ശേഷം നേരെ ലിഫ്റ്റിൽ കയറി നേരെ കാർ പാർക്ക് ചെയ്തെടുത്തോട്ട് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലോട്ട് പോകുന്നതിന്റെ ഇടയിൽ കെട്ടോളി ഞങ്ങളുടെ ടാറ്റ പറഞ്ഞ് അവളുടെ ജോലി സ്ഥലത്തോട്ട് പോയി. ഈ വീക്ക് ഇവരുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമ്മർ വെക്കേഷനിൽ സലാല കറങ്ങാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ വീട്ടിലാക്കി ഞാൻ നേരെ ജോലി സ്ഥലത്തോട്ട് പോകുന്നിടയിലാണ് ഈ ഒരു ആക്സിഡന്റ് കണ്ണിൽപ്പെട്ടത്. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്നാണല്ലോ. വൈകുന്നേരമായി തിരിച്ചു വീട്ടിലോട്ട്. എനിവേ, താങ്ക് യു സോ മച്ച്.